അതിനുശേഷം പിന്നീട് വൃന്ദാവന ലീല കഴിഞ്ഞ് മധുരാലീല ആരംഭിക്കുകയാണ്. ഓരോ ദിക്കിൽ നിന്നും ഭഗവാൻ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു പോവില്ല. പിന്നെ ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനത്തിലെത്തി പിന്നെ തിരിച്ച് ഗോകുലത്തിലേക്ക് പോവില്ല. വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് എത്തിയ പിന്നെ വലിയ ദൂരമൊന്നുമില്ല. ഉണ്ടോ, നമ്മൾ 10 പ്രാവശ്യം അവിടുന്ന് ഇവിടുന്ന് മധുരയിൽ പോകുന്നു, വൃന്ദാവനത്തിൽ പോകണം, വൃന്ദാവനത്തിൽ മധുരയിൽ പോകണം, കുറച്ചേ ഉള്ളൂ. എന്നാലും കൃഷ്ണൻ പോവില്ല, കഴിഞ്ഞു. പിന്നെ തിരിഞ്ഞു നോക്കണ ഏർപ്പാടൊന്നുമില്ല, പോന്നു, അത് കഴിഞ്ഞു. അവർക്ക് ആ അനുഭൂതി കൊടുത്തു. ഏറ്റവും മുഖ്യം എന്താ? രാസമല്ലേ, ബ്രഹ്മാനന്ദല്ലേ, അത് കിട്ടിയ പിന്നെ എന്തെങ്കിലും കൊടുക്കണോ? ഒന്നും കൊടുക്കാനില്ല. ഇനി മധുരയിലുള്ളവർക്ക് ഈ ആനന്ദം കൊടുക്കണം. അതിനുവേണ്ടി ഭഗവാൻ മധുരയ്ക്ക് പുറപ്പെടുകയാണ്. അതിനുള്ള സന്ദർഭം കംസൻ്റെ അടുത്ത് വന്ന് നാരദ മഹർഷി വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങയുടെ അന്തകൻ കൃഷ്ണൻ അങ്ങ് പലതവണ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ലല്ലോ. ഇനി എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ, ഇനി അങ്ങോട്ട് ആളെ വിടണ്ട, അവരെങ്ങോട്ട് കൊണ്ടുവരിക, എന്നിട്ട് അങ്ങ് വേണ്ടത് ചെയ്യുക. എന്ത് പറഞ്ഞിട്ടാണ് കൊണ്ടുവരിക? അതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? അവിടെ പഴയൊരു വില്ലുണ്ട്, അതൊന്ന് പോളിഷ് ചെയ്ത് പൂജിക്കുക അല്ലേ, ആയിക്കോട്ടെ. വില്ല് വെച്ച യാഗം നടത്തുക, എന്നിട്ട് ആ പേരും പറഞ്ഞ് ക്ഷണിക്കുക. ഇടയന്മാരല്ലേ, അവർക്കിപ്പം പാലും വെണ്ണയും വിൽക്കാൻ സാധിക്കുന്നുള്ള അറിവ് കിട്ടിയാൽ അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർ വരും. കൃഷ്ണനും രാമനും നിർബന്ധമായിട്ട് കൊണ്ടുവരണമെന്നും പറയുക. അതിനൊരാളെ വിടാം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കൊല്ലാനൊക്കെ എത്ര മാർഗ്ഗങ്ങളുണ്ട്. ഇവിടെ കുവലയാപീഠം ആനല്ലേ, അത് മതളകി കുറേ പേര് മരിച്ചു, കൂട്ടത്തിൽ കൃഷ്ണനും രാമനും. കഴിയുമ്പോൾ കേസൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ മുഷ്ടികനും ചാണൂരനും ഉണ്ട്, യുദ്ധത്തിന് വിളിക്കാം, മല്ല യുദ്ധം, അതിൽ ഇല്ലാണ്ടിയാക്കാം. ശരി, അങ്ങനെയൊക്കെ തീരുമാനിച്ചു. ആരെ വിടും? ക്ഷണിക്കാൻ ആരെ വിടുക? പലരും വിട്ടു, അവരൊന്നും പിന്നെ ഇങ്ങോട്ട് വന്നില്ല. പൂതന മുതൽ ആരും ഇങ്ങോട്ട് വന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം, അവിടെ പോയിട്ട് നേരാവണ്ണം സംസാരിക്കാനും അവർക്ക് ഇഷ്ടം തോന്നാൻ പാകത്തിനുള്ള ആളെ വിടണം. അങ്ങനെ ആരാ വിടുക? കുറേ ആലോചിച്ചു. അങ്ങനെ ഒരാൾ കംസൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് കംസൻ, അല്ല ഒരാളുണ്ടല്ലോ ശുദ്ധനായിട്ടൊരാൾ, നല്ല ഭക്തനാ, പേര് അക്രൂരൻ. അങ്ങനെയുള്ള ഒരാളെയും അവിടെ വെച്ചതാണ്. കൊന്നിട്ടൊന്നുമില്ല, ഉപദ്രവിക്കണമൊന്നുമില്ല, ഒന്നങ്ങനെ നിന്നോട്ടെ, കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വേണ്ടി വന്നാലോ എന്ന് കരുതി വെച്ചതാ. കൃഷ്ണൻ്റെ ചെറിയച്ഛനാണ്. ആ ഭഗവാൻ വിഷ്ണു ഭഗവാൻ ആണ് കൃഷ്ണനായിട്ട് വന്നത് എന്നറിയുന്ന ചുരുക്കം ചിലരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ആര്? ഈ അക്രൂരൻ. കാണാനായിട്ട് പുറപ്പെട്ടു പോയതാ അവതരിച്ച ഉടനെ തന്നെ. അപ്പോഴേക്കും വസുദേവർ സ്ഥലം മാറ്റി, കാണാൻ പറ്റിയില്ല, തിരിച്ചു പോരുകയുണ്ടായത്. അപ്പോഴേക്കും ഇയാൾ കൊണ്ടുപോയി. അന്ന് മുതൽ അദ്ദേഹം പ്രാർത്ഥിക്കും, ഭഗവാനെ ദിവസങ്ങൾ അങ്ങനെ കഴിയുകയാണ്, കാണാൻ സാധിക്കുമോ? ദിവസങ്ങൾ കഴിയുകയാണ്, എനിക്കത്ര ആയുസ് നിശ്ചയില്ല, ഇനി അങ്ങനെ കാണാണ്ട് കണ്ണടക്കേണ്ടി വരുമോ? അങ്ങ് വൃന്ദാവനത്തിലുണ്ടെന്നുള്ള അറിവ് എനിക്കുണ്ട്, പക്ഷെ അങ്ങോട്ട് വരാൻ എനിക്ക് സാധിക്കില്ലല്ലോ, ഈ കംസൻ സമ്മതിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് എന്നും പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ദാ കംസൻ ആളെ വിട്ടു. അക്രൂരുടെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, അതെ രാജാവ് വിളിക്കുന്നുണ്ട്. എന്തിനാണ് ആ ദുഷ്ടം വിളിക്കുന്നത്? അവിടെ പോയി നോക്കി. ഉടനെ പറഞ്ഞു, അക്രൂരരെ അധികം വിസ്തരിക്കണില്ല, അങ്ങൊന്ന് വൃന്ദാവനം വരെ പോകണം. ആവൂ, അക്രൂർക്കുണ്ടായ സന്തോഷം! എത്ര പേരവിടെ ഉണ്ട്, അവരൊന്നും വിടാണ്ടേ, തന്നോടല്ലേ ഇത് പറഞ്ഞത്? എന്താ കാര്യം എന്നാണെങ്കിൽ അങ്ങ് പോയി കൃഷ്ണനും രാമനും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. അങ്ങയോടായതുകൊണ്ട് ഞാൻ കാര്യം പറയാം, അങ്ങ് അവിടെ എത്തിയിട്ട് പറയാൻ നിൽക്കണ്ട. വില്ല് വെച്ച യാഗം പേരിന് നടത്തുക. ഉദ്ദേശം അവരവിടെ എത്തിക്കഴിഞ്ഞാൽ കൊല്ലുക, അതാണ് ഉദ്ദേശം. എത്തിക്കഴിഞ്ഞാൽ നടക്കില്ലേ, മരിക്കില്ലേ? അക്രൂർ മരിക്കും. ആര് മരിക്കുമെന്ന് പറഞ്ഞില്ല, എന്തായാലും മരിക്കും, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മരിക്കും എന്ന് പറഞ്ഞു. ഏതായാലും അക്രൂർ അന്ന് രാത്രി ഉറങ്ങിയില്ല. പിറ്റേന്ന് പോകണ്ടേ എന്നുള്ള വിചാരത്തിൽ അക്രൂരോപിച്ച താം രാത്രി മധുബുദ്ധിയാം മഹാമതി ഉഷിത്വാരഥമാസ്തായ പ്രയവൂ നന്ദഗോകുലം. ആ രാത്രി അക്രൂർക്ക് മറക്കാൻ സാധിക്കില്ല. തിരിഞ്ഞു മറന്ന് അദ്ദേഹം കിടക്കുകയാണ്. എന്താ കാരണം? നാളെ ഞാൻ ഭഗവാനെ കാണുകയാണല്ലോ, നാളെ ഞാൻ ഭഗവാനെ കാണാൻ പോവുകയാണല്ലോ. ഇങ്ങനെ വേണം തീർത്ഥാടനം ചെയ്യാൻ, അമ്പലങ്ങളിലൊക്കെ തൊഴാൻ പോകാൻ അങ്ങനെ വേണം. ഇതൊന്നും വിചാരിക്കേണ്ട, അവിടെ പോയി അങ്ങനെ പോയി പറ്റിച്ച തൊഴിൽ, അല്ലെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ നിർമ്മാല്യം നോക്കുക, ഇല്ലെങ്കിൽ വേണ്ട 8:45 നമുക്ക്. അങ്ങനെയല്ല, ഈ വിചാരത്തിൽ വേണം തലേ ദിവസം തന്നെ. അങ്ങനെ ഒരുങ്ങി പോകുമ്പോഴാണ് അനുഭൂതി ഉണ്ടാവുക. അതാണ് അക്രൂരരുടെ ഭാവം. എനിക്ക് ഭഗവാനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. അദ്ദേഹം പിറ്റേന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പുറപ്പെട്ടു. കിം മയാചരിതം ഭദ്രം കിം തപ്തം പരമം തപ. എന്തിനാണ് നേരത്തെ പുറപ്പെട്ടത്? ഒന്ന്, ആ കംസൻ്റെ മനസ്സെപ്പെടാൻ മാറുക നിശ്ചയില്ല. രാവിലെ ആകുമ്പോഴേക്കും അദ്ദേഹം ഉണരുമ്പോഴേക്കും മനസ്സ് മാറി ചിലപ്പോൾ എന്നെ വിടാണ്ട് വേറൊരാളെ വിട്ടാലോ തനിക്ക് ഭഗവാനെ കാണാനുള്ള അവസരം നഷ്ടപ്പെടില്ലേ എന്ന് മാത്രമല്ല, ഭഗവാനെ കാണാനുള്ള തിടുക്കം. അതുകൊണ്ട് വളരെ നേരത്തെ അദ്ദേഹം കുളിയും ദേവാലയം കഴിഞ്ഞ് തേരിൽ പുറപ്പെട്ടു. പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാവമാണിത്. കിം മയാചരിതം ഭദ്രം കിം തപ്തം പരമം തപഃ. എന്ത് തപസ്സാണ് ഞാൻ ചെയ്തത്? ഈ ജന്മത്തിലില്ല, പൂർവ്വജന്മത്തിലുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ അച്ഛനോ അമ്മയോ ചെയ്ത പുണ്യമായിരിക്കും, ഗുരുനാഥന്മാരുടെ കാരുണ്യമായിരിക്കും. കിം വാധാപ്യർഹതം യദ് രക്ഷ്യാമ്യദ്യ കേശവം. ഞാൻ ഇന്ന് ആ കേശവനെ കാണുമല്ലോ. ഈ കംസൻ്റെ കൊട്ടാരത്തെ കഴിഞ്ഞാൽ എനിക്ക് പോലും ഈ വൃന്ദാവന ദർശനമോ? ഇപ്പം കംസൻ എന്നോട് വലിയ കാരുണ്യം കാണിച്ചു. ശരിക്കും പറഞ്ഞാൽ കംസൻ എൻ്റെ ഗുരുനാഥനാ. ഈ കംസനെയാണല്ലോ ഞാൻ ഇത്രയും കാലം കുറ്റം പറഞ്ഞത്, വേണ്ടില്ലായിരുന്നു. ആ വിചാരം ഇപ്പം ആർക്ക്? അക്രൂരർക്ക്. കാരണം എത്ര പേര് ഇവിടെ ഉണ്ട്, അവരൊന്നും ഏർപ്പാടാക്കാണ്ട് എന്നെ തന്നെ കൃഷ്ണനും രാമനും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിട്ടില്ലേ? കംസോ ബതാദ്യാകൃതമേത്യനുഗ്രഹം
ഭഗവാനെ കാണിച്ചിരുന്ന ആളെ വിളിക്കണ പേരാണ് ഗുരു. ഇപ്പം ആ ഭഗവാനെ കാണിച്ചിരുന്നത് ആരാ? നിമിത്തമായത് ആരാ? കംസനല്ലേ. ശരിക്കും പറഞ്ഞാൽ ഗുരു. അയാളെയാണല്ലോ ഞാൻ ഇത്രയും കാലം കുറ്റം പറഞ്ഞത്. ആ കൃഷ്ണനെ കാണാൻ എങ്ങനെയിരിക്കും? കണ്ണെങ്ങനെയിരിക്കും? മൂക്കെങ്ങനെയിരിക്കും? ചുണ്ടെങ്ങനെയിരിക്കും? കവിളെങ്ങനെയിരിക്കും? ഉത്തരൻ ദേഹം തന്നെ പറയും. കൃഷ്ണൻ്റെ കണ്ണ് പോലെ, കൃഷ്ണൻ്റെ ചുണ്ട് പോലെ. അല്ലാതെ ഇപ്പം എങ്ങനെയാണ് പറയുക? ആ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കാൽക്കലങ്ങോട്ട് വീഴും, ഞാൻ അങ്ങയുടെ ഭക്തൻ എന്ന് പറയും. ഭഗവാൻ എന്നെ കെട്ടിപ്പിടിക്കും. അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പോലെ തന്നെ കണക്കാക്കുമോ? ഇവിടുന്ന് പോയവരൊന്നും പിന്നെ തിരിച്ചു വന്നില്ല, അതുപോലെ ദുഷ്ടനായിട്ട് കണക്കാക്കുമോ? അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ സങ്കല്പം കൊണ്ടല്ലേ ഞാനിപ്പോൾ അങ്ങോട്ട് പുറപ്പെട്ട് പോണത് പോലും. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കംസൻ കൊടുത്ത രഥത്തിലാണെങ്കിലും ഇയാൾ ഇരിക്കുന്നത് മനോരഥത്തിലാണ്. പെട്ടെന്ന് എത്തേണ്ടത് അവിടെ ഉച്ചയാകുമ്പോഴേക്ക് എത്തേണ്ടതാണെങ്കിലും വൈകുന്നേരമായി എത്താൻ 5 മണി 5:15 അദ്ദേഹം അവിടെ എത്തി, വൃന്ദാവനത്തിലെത്തി. ആ വൃന്ദാവന ഭൂമി കണ്ടതും അദ്ദേഹം ആ തേരിന്ന് എടുത്തങ്ങോട്ട് ചാടി കടന്നു ഉരുളുകയാണ്. കാരണം ഈ മണ്ണിലൊക്കെ എന്തുണ്ട്? ഭഗവാന്റെ പാദസ്പർശമേറ്റ മണ്ണല്ലേ. കടന്നു ഉരുളുകയാണ്. കുതിര എങ്ങനെ നോക്കുക? ഞാനാണോ കുതിര? ഇയാളാണോ കുതിര? കുതിരയ്ക്ക് ഈ സ്വഭാവമുണ്ട്. അദ്ദേഹം ഇങ്ങനെ കടന്നു ഉരുളുകയാണ്. ആ പാദം, ആ പൊടിയൊക്കെ എടുത്ത് ശിരസിൽ ധരിക്കുന്നു. ദൂരത്തേക്ക് നോക്കിയ സമയത്ത് അവിടെ ആരെ കണ്ടു? കൃഷ്ണനെയും രാമനെയും കണ്ടു. ധാരാളം പശുക്കൾ തലങ്ങും വലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അതിൻ്റെ കഴുത്തിലുള്ള മണിനാദം, കുളമ്പടി ശബ്ദം. 5 മണിയായിട്ടുണ്ട് സമയം. വൈകുന്നേരത്തെ മേക്കഴുകലൊക്കെ കഴിഞ്ഞ് വലിയ ആഭരണങ്ങളൊന്നും ചാർത്തിയില്ല. ഇനിയിപ്പോൾ ആരും കാണാനൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഒരു മാല, ഒരു വള, അത്രയൊക്കെ തന്നെയുള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ്. കൃഷ്ണനും രാമനും കയ്യിൽ കിണ്ടിയായിട്ട് കാത്തിരിക്കണു. അമ്മ പാല് കറക്കുകയാണ്. കൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഭക്തൻ വരണില്ലേ, അക്രൂരർ വരണില്ലേ എന്നുള്ള മട്ടിൽ ആ ഭക്തനെ ശ്രദ്ധിക്കുന്നുണ്ട്. അക്രൂരർ അത് കണ്ടു. ഓടി വരുമ്പോഴേക്കും ആ കിണ്ടിയൊക്കെ അവിടെ ഇട്ട് കൃഷ്ണനും രാമനും ഓടി വന്നു. ഞാൻ അക്രൂരൻ അങ്ങയുടെ ഭക്തൻ എന്ന് പറയാൻ പുറപ്പെടുമ്പോഴേക്കും ഭഗവാൻ ചെറിയച്ഛാ അങ്ങോട്ട് വിളിച്ചു. അക്രൂരുടെ കണ്ണങ്ങോട്ട് നിറഞ്ഞു. തന്നെ കണ്ടിട്ടൊന്നുമില്ല, എന്നിട്ട് വിളിക്കണത് ചെറിയച്ഛാന്ന്. അതും പരബ്രഹ്മത്തിന് അച്ഛനും അമ്മയുണ്ടോ, പിന്നെ ചെറിയച്ഛൻ. എന്നിട്ട് വിളിക്കണത് എന്താ? അപ്പോഴേക്കും കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി. അച്ഛാ അമ്മ ആരാ വന്നത് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് രാമനും കൃഷ്ണനും കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി. നന്ദഗോപരെ വന്നു, സ്വീകരിച്ചു, കേമായിട്ട് ഇരുത്തി, വർത്തമാനമൊക്കെ പറഞ്ഞു. ഏകാന്തത്തിൽ വെച്ച് കൃഷ്ണൻ്റെ അടുത്ത് വന്ന് അക്രൂരർ പറഞ്ഞു, ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം പറയട്ടെ. എന്നോട് കംസൻ പറയണ്ട പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്കിത് പറയാണ്ടിരിക്കാൻ പറ്റുമോ? ഇതാണ് ശുദ്ധന്മാരോടൊക്കെ എന്ത് പറയരുത് പറഞ്ഞു, അത് ആദ്യം പറയും. ഇല്ലെങ്കിൽ പിന്നെ പറയേണ്ട വെച്ചാൽ മതിയായിരുന്നു. സംഗതി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. വില്ല് വെച്ച യാഗമൊക്കെ നടത്തുന്നുണ്ട്. ഒന്നുമല്ല, വില്ല് വെച്ച യാഗമൊക്കെ പേരിന് നടത്തുക. കംസനുണ്ടോ ഭക്തി? എന്ത് യാഗം? നിങ്ങളെ കൊല്ലലാ ഉദ്ദേശം. മുഷ്ടികനും ചാണൂരനും ഉണ്ട് അവിടെ. കുവലയാപീഠമെന്ന ആനയുണ്ട്. കൃഷ്ണൻ പറഞ്ഞു, ഈ പറഞ്ഞത് പറഞ്ഞു, ഇനി മേലാൽ പറയരുത്. ഇങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും അച്ഛനും അമ്മയും വിടൂല്ല. മറ്റത് പറഞ്ഞാൽ മതി, വില്ല് വെച്ച യാഗം നടക്കുന്നുണ്ട്, വെണ്ണയും പാലൊക്കെ നേരേക്ക് കൊണ്ടുപോവുക, അങ്ങനെയാണെങ്കിൽ കച്ചവടം നടക്കും എന്നൊക്കെ പറഞ്ഞാൽ പുറപ്പെട്ടു പോവാം, ഇല്ലെങ്കിൽ നടക്കില്ല. ശരി, കൃഷ്ണൻ പറഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും കൃഷ്ണന് സംശയം. അദ്ദേഹം ശുദ്ധനായതുകൊണ്ട് ചിലപ്പോൾ 2 വർത്തമാനം നന്ദഗോപർ പറഞ്ഞാൽ അറിയാണ്ട് എന്ത് പറഞ്ഞു പോകും. കൃഷ്ണനും രാമനെ കൊല്ലാൻ കൊണ്ടുപോകാമെന്ന് പറയും എന്ന് പേടിച്ച് ഭഗവാൻ പറഞ്ഞു അമ്മയോട്, അതെ അമ്മേ, ഞാൻ ഇന്ന് ചെറിയച്ഛൻ്റെ കൂടെ അവിടെ കിടക്കുക കേട്ടോ എന്നും പറഞ്ഞ് ആരുടെ കൂടെ കിടന്നു? അന്ന് അക്രൂരുടെ കൂടെയായിരുന്നു. അന്ന് ഗോപസ്ത്രീകളൊക്കെ തന്നെ വിചാരിച്ചു, ഏത് ഗോപിയുടെ അടുത്തായിരിക്കും ഭഗവാൻ, ഏത് ഗോപിയുടെ അടുത്തായിരിക്കും ഭഗവാൻ? ഇന്ന് രാസക്രീഡയ്ക്ക് വന്നില്ലല്ലോ, നൃത്തം വയ്ക്കാൻ കൃഷ്ണനെ കണ്ടില്ലല്ലോ. ഓരോ ഗോപികമാരും മറ്റു ഗോപികമാരുടെ അടുത്താവെന്ന് വിചാരിച്ചു. പക്ഷെ വാസ്തവത്തിൽ എവിടെയായിരുന്നു? അക്രൂരുടെ കൂടെയായിരുന്നു. ഈ ഭക്തൻ്റെ കൂടെയായിരുന്നു അന്ന് ഭഗവാൻ. അക്രൂരും ഭാഗ്യം എന്ന് വിചാരിച്ചു. ഭഗവാന്റെ കൂടെ സംസാരിക്കണം, നമസ്കരിക്കണം എന്നേ വിചാരിച്ചുള്ളൂ. കിടന്നുറങ്ങണമെന്ന് വിചാരിച്ചില്ല. അവൻ കൂടി തരായല്ലോ എന്ന് പറഞ്ഞ് നാമം ജപിച്ച് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ അക്രൂർ കുളി ദേവാരമൊക്കെ കഴിഞ്ഞ് മെല്ലെ വന്ന് കാര്യം പറഞ്ഞു. കൊണ്ടുപോകാൻ വന്നതാണ്, ഇങ്ങനെയാണ് വിഷയം. അവിടെ വലിയ വെച്ച യാഗമുണ്ട്, രാമനെയും കൃഷ്ണനെയും ഞാൻ കൊണ്ടുപോകും, നിങ്ങൾ പിന്നെ മെല്ലെ വന്നോളുക. ഗോപന്മാരെയൊക്കെ കൂട്ടി വെണ്ണയും പാലൊക്കെ ആയിട്ട് എത്തുക. വാർത്ത അറിഞ്ഞു. നന്ദഗോപർക്കൊക്കെ വലിയ സന്തോഷമായി. സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞു. അവർക്കും സന്തോഷമായി. വെണ്ണയും പാലൊക്കെ എടുത്തു വെച്ചോളൂ. അവരൊക്കെ എടുത്തു വെച്ചു. രാമനും കൃഷ്ണനെയും കൊണ്ടുപോവുകയാണ്. അപ്പോഴേക്ക് ഈ വാർത്ത അറിഞ്ഞു. ഗോപികമാരറിഞ്ഞില്ലേ? ഗോപ്യഃ താസ്തദുപശ്രുത്യ ബഭൂർവ്യഥിതാ ഭൃശം രാമകൃഷ്ണൗ പുരീം നേതും അക്രൂരം വ്രജമാഗതം. അപ്പോഴേക്കും ഗോപസ്ത്രീകൾ അറിഞ്ഞപ്പോഴേക്കും അവർ പറയാണ്, കൃഷ്ണന് പോകണമെന്ന് മോഹമൊന്നുമില്ല, രാത്രിക്ക് രാത്രി അക്രൂര് മനസ്സ് മാറ്റിയതാ. അക്രൂർക്കായി കുറ്റം മുഴുവൻ. അഹോ വിധാതസ്തവന ക്വചിദ്ദയാ. അല്ലയോ ബ്രഹ്മാവേ, അങ്ങത്ര കണ്ണു ചോരല്ലാത്ത ആളായല്ലോ, ആ കൃഷ്ണനായിട്ട് ഞങ്ങളൊന്ന് അടുത്ത് വന്നതേ ഉള്ളൂ. ഒന്ന് വർത്തമാനം പറഞ്ഞ് മിണ്ടി അങ്ങനെ ചേർന്ന് വരുമ്പോഴേക്കും അങ്ങ് കൊണ്ടുപോവുകയാണോ? ആരാ അയാൾക്ക് അക്രൂരെന്ന് പേരിട്ടത്? ഒരു ഗോപി. ചെയ്യണതൊക്കെ ക്രൂരത. പേര് അക്രൂരെന്ന്. ഒന്നെങ്കിൽ പേരൊന്ന് മാറ്റണം, ഒന്നെങ്കിൽ ഒരു അക്ഷരം വേണ്ട, അല്ലെങ്കിൽ ഒരു അക്ഷരം കൂട്ടണം. ഒരക്ഷരം വേണ്ട പറഞ്ഞാൽ വേണ്ട ക്രൂരെന്ന് പറഞ്ഞാൽ മതി. ഇത്രയും വലിയ ക്രൂരത കാണിച്ചിട്ട് അയാൾക്ക് അക്രൂരെന്ന് പേരോ? അതല്ലെങ്കിൽ ഒരക്ഷരം ഇടയ്ക്ക് വയ്ക്കുക. ആൻറ്റിയും ക്രൂവിൻ്റെ ഇടയ്ക്ക് ഒരു തീ വെച്ചാൽ മതി, അതിക്രൂരൻ. ഇത്രയും വലിയൊരു ക്രൂരത കാണിച്ചിട്ട് ക്രൂരസ്ത്വം അക്രൂര സമാഖ്യയാ മന
ചക്ഷുർഹി ദത്തം ഹരസേ ബദാജ്ഞവത്. അപ്പോൾ ഒരു ഗോപസ്ത്രീ പറഞ്ഞു, കൊണ്ടുപോകണതൊന്ന് കാണണമല്ലോ, നമുക്ക് ഭഗവാനെ തടഞ്ഞാലോ, നമുക്ക് വനിതാ മതിലുണ്ടാക്കിയാലോ, മനുഷ്യ ചങ്ങലയൊക്കെ ഉണ്ടാക്കിയിട്ട് ഭഗവാൻ കൊണ്ടുപോകണതൊന്ന് കാണണമല്ലോ. അപ്പം രാധാദേവി പറഞ്ഞു, ഇതാണോ ഭക്തി? ഒക്കെ വിഡ്ഢിത്തം, അങ്ങനെ ഒരുങ്ങുക വേണ്ടത്. കൃഷ്ണന് പോകാനാണ് ഇഷ്ടമെങ്കിൽ പോട്ടെ. നമ്മൾ സ്നേഹിക്കുക പറഞ്ഞാൽ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ആളുടെ ഇഷ്ടം നടക്കുക, അതാ വേണ്ടത്. അല്ലാണ്ട് നമ്മളുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുകയല്ല. അത് സ്നേഹമല്ല, അത് സ്വാർത്ഥതയാണ്.